ഹലോ ഫ്രണ്ട്സ്, J2 ട്രാവൽ ബ്ലോഗ്സിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രൊയേഷ്യയിൽ എങ്ങനെയായിരിക്കും കരോൾ നടക്കുക എന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ നടക്കാറുണ്ട്, മോശ കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ റോഡിൽ കൂടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കരോൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് കരോൾ എന്ന് വിചാരിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കുറേ ആൾക്കാർ പോകുന്നതായിട്ടും കുറേ ആൾക്കാർ വരുന്നതായിട്ടും കണ്ടു. ആക്ച്വലി ഞാൻ കണ്ടപ്പോൾ തന്നെ കൂടുതലും പേടിച്ച് പോയ ഒരു കാര്യമാണ്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ള ആൾക്കാർ വരുന്നു, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ പോകുന്നു എന്ന് ചിന്തിച്ച്. പക്ഷേ പോകെ വരുമ്പോൾ കുറേ ആൾക്കാരുടെ ഫേസ് മാറുന്നു, കുറേ ആൾക്കാരുടെ ഡ്രസ് ചേഞ്ച് ആവുന്നു, കുറേ നമ്മളെ ഭയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മൾക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് അതിൽ ഭയങ്കര നോയ്സും ബെല്ലും ഡാൻസും എന്താ പറയുക, അവരുടേതായിട്ടുള്ളൊരു ആക്ടിവിറ്റീസ് കുറേ നടക്കുന്നൊരു പരിപാടിയാണിത്. 19-ാം നൂറ്റാണ്ട് മുതൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് റിംഗ് ബെൽ അല്ലെങ്കിൽ ബെൽ റിംഗ് എന്ന് പറയുന്നത്. ഇത് ട്രഡീഷണലായിട്ട് നടന്നു വരുന്ന കാര്യമായതുകൊണ്ട് ഇതിൻ്റെ ഒരു ആരംഭം തുടങ്ങുന്നത് ഫസവയ്ക്ക് അടുത്തുള്ള റിജേക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒരു ആരംഭങ്ങൾ തുടങ്ങുന്നത്. അവിടെ തന്നെ ചെറിയ വില്ലേജുകളിൽ പോയിട്ട് ഇവർ ബെല്ലടിക്കുകയും ഡാൻസ് കളിക്കുക അങ്ങനെയുള്ള പർട്ടിക്കുലറായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് പല ആൾക്കാരും അല്ലെങ്കിൽ അവിടെയുള്ള ഡെവിൾസിനെ തുരത്തുവാൻ വേണ്ടിയുള്ളൊരു കാര്യമായിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു ഹൊറർ മൂവി ആയിട്ടാണ് ചിന്തിച്ചത്. ബിക്കോസ് നമ്മളെ കാണുമ്പോൾ ഓരോ ആൾക്കാർ വരുന്നതും പോകുന്നതുമായിട്ട് കാണുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോരോ ഷേപ്പാണ്, ഓരോ ഡിഫറൻസ് വരുന്നു, ഓരോ ആൾക്കാർ വരുന്നു, മണിയടിക്കുന്നു, പോകുന്നു. അത് കാണുമ്പോൾ ആക്ച്വലി ഞാനിത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ. ഇവരങ്ങൊന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടേതായിട്ടുള്ള ഒരു ഭാവങ്ങളും ഭയങ്കര മണികളുടെ ഭയങ്കര സൗണ്ടും ഡാൻസും. ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താ പറയുക, ഒരു കൂട്ടമായിട്ട് ആൾക്കാർ ധരിക്കുന്ന ഡ്രസ്സൊക്കെ ഒരു ആനിമൽസിൻ്റെ ഡ്രസ്സാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദൈവമേ ഇതെന്തായി വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒരു പ്രത്യേകതര ക്യാരക്ടറുള്ള ആൾക്കാർക്കാണ് ഇതിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ശക്തി വേണം, ആരോഗ്യം വേണം, മണിയടിക്കാനുള്ളത് എങ്ങനെ അടിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷമ കാര്യങ്ങളെല്ലാം ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആഷ് ബുധൻ മുതൽ കാർണിവൽ സീസണിൽ അവസാനം വരെയും ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തീ കത്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു അവസാനം അല്ലെങ്കിൽ ഈ കാർണിവൽ അവസാനം എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഒരു കൾച്ചറായിട്ടാണ് ഇവരുടെ ക്രൊയേഷ്യയിലൊക്കെ നടന്നു പോകുന്നത്. ഏകദേശം 3 ദിവസം കൊണ്ട് 60 കിലോമീറ്ററാണ് ഏകദേശം ഇവർ നടക്കുക. ഇവരുടെ ദേഹത്ത് നടക്കുന്ന മണികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഭാരങ്ങളുണ്ട്. ഓരോ മണികൾക്കും അതിൻ്റേതായിട്ടുള്ള ഭാരമുണ്ട്. ചെറിയ മണികൾക്ക് ചെറിയതായിട്ടുള്ള ഭാരം, വലിയ മണികൾക്കും വലുതായിട്ടുള്ള ഭാരങ്ങൾ, അങ്ങനെ ഓരോ മണികൾക്കും അതിൻ്റേതായിട്ടുള്ള ഭാരമുണ്ട്. ഓരോ ആൾക്കാരും ഈ മണികളിട്ട് വരുന്നത് ഈ ഡെവിൾസിനെ തുരത്താൻ വേണ്ടിയാണ്. ഈ ഡെവിൾസ് എന്ന് പറയുന്ന ആൾ ഈ പട്ടണത്തിലുണ്ട്. അപ്പോൾ അതിനെ തുരത്തുവാൻ വേണ്ടിയാണ് ഇവർ മണിയുടെ സൗണ്ട് ഉണ്ടാക്കി ഡാൻസ് കളിച്ചും പോകുന്നത്. ക്രൊയേഷ്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഈ ആൾക്കാർ വരുന്നത്. 10,000 കണക്കിന് ആൾക്കാർ വരുന്നതും 100ഓളം ഗ്രൂപ്പുകളുണ്ടായി വരുന്നതും. അങ്ങനെ ഈ ആൾക്കാർ വരുന്ന ഓരോരോ കാര്യങ്ങളിൽ ചെറിയതും വലുതുമായിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ കൂടെയാണ് ഇവർ വരുന്നത്. ഒരു പാട്ട് പാടി ഡാൻസ് കളിച്ചും ഭയങ്കരമായിട്ടുള്ള നോയ്സ്, അതായത് ബെല്ലിൻ്റെ ആയിട്ടുള്ള സൗണ്ട്. അപ്പോൾ അങ്ങനെ ബെല്ലടിക്കുമ്പോൾ തന്നെ ഡെവിൾസ് പോകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്രൊയേഷ്യയിൽ ഒരു ട്രഡീഷണലായിട്ടുള്ള രീതിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തീ കത്തിച്ചിട്ടാണ് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റിംഗ് ബെൽ അല്ലെങ്കിൽ കാർണിവൽ അവസാനം കഴിയുമ്പോൾ ഈ ജനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷ പ്രകടനമായിട്ട് ഒരു വലിയ രീതിയിൽ പാർട്ടികളും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട് ക്രൊയേഷ്യയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകൾ ചെയ്യുക, നല്ല കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ ഇനിയും വരുന്നവരേക്കും ബൈ.